മാടു ട്രാവലിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് ഫാമിലിയുമായി നമ്മളുടെ ഒരു ഫാം ഹൗസ് ഉണ്ട് ചെറുപ്പുളശ്ശേരിയിൽ. അവിടേക്ക് നല്ല ഫ്രഷ് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ നാട്ടിലൊക്കെ കംപ്ലീറ്റ് വിഷാംശമുള്ള ഫിഷാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ആവശ്യത്തിനുള്ള മത്സ്യം നമ്മളെ സ്വന്തം ഫാമിൽ നിന്ന് തന്നെ കൊണ്ടുവരാറാണ്. ഇത് തൂത പുഴയാണ്. തൂതപ്പുഴ ഇപ്പോൾ തന്നെ വെള്ളമൊക്കെ വറ്റി വരേണ്ടിയിരിക്കുന്നു. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പുളശ്ശേരി മാണ്ടക്കര എന്ന സ്ഥലത്താണ് ഈ കാക്കാത്തോട് എന്നൊരു പുഴയുടെ അത്ര വീതിയുള്ളൊരു തോടുണ്ട്. അതിൻ്റെ സൈഡിലാണ് നമ്മളെ ഫാം വരുന്നത്. നല്ല ഫ്രഷ് ഫിഷാണ് ഈ ഫാമിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് മീൻകുളം ഫാം എന്നാണ് നമ്മളെ ഫാം ഹൗസിൻ്റെ പേര്. ഞാനും ഫാമിലിയും ഇവിടെ ഈ ഫിഷിനെ നോക്കാൻ നിർത്തിയ ഒരു ഫാമിലിയുണ്ട്. അപ്പോൾ നമുക്ക് മീനിൻ്റെ കുളത്തിലേക്ക് ഇറങ്ങാം. കുളത്തിലേക്ക് ഇറങ്ങി വലയൊക്കെ വീശി നമുക്ക് ആവശ്യത്തിനുള്ള മത്സ്യം പിടിച്ചെടുക്കാം. ഏകദേശം 50 സെൻറ്റ് സ്ഥലത്താണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത്. 2-3 ഐറ്റം മീനിനെ വളർത്താറുണ്ട്. ഇപ്പോൾ സിൽവർ ആവോലി, കരിമീൻ 2 ഐറ്റം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. 2 മീനും നല്ല ടേസ്റ്റാണ്. കാരണം പ്രത്യേകിച്ച് വേറെ മാലിന്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും നമ്മൾ നല്ല ചെമ്മീനിന് കൊടുക്കുന്ന നല്ല ഫിഷിൻ്റെ അതേ തീറ്റയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഫീഡാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് മീനിൻ്റെ ടേസ്റ്റിന് നമ്മൾ ഒറിജിനൽ ടേസ്റ്റ് തന്നെ കിട്ടും. ഇതാണ് നമ്മൾ കുളം. ഇങ്ങനെ വല ഇങ്ങനെ വീശി ഒരു തലക്കന്ന കൊടുന്നിട്ടാണ് ഇതിനെ പിടിക്കുക. അങ്ങനെ പിടിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കുളമാണ്. നല്ല സൈഡൊക്കെ പടുത്ത് വെട്ടുകല്ലുകൊണ്ട് സൈഡൊക്കെ പടുത്ത് നാച്ചുറൽ ആയിട്ടുള്ളൊരു കുളമാണിത്. വളരെ മനോഹരമായിട്ട് ഇതിൽ മീൻ നന്നായിട്ട് വളരാറുണ്ട്. 5 മുതൽ 8 ടൺ വരെ മീൻ ലഭിക്കാറുണ്ട് ഇതിന് ഒരു വർഷത്തിൽ. കുറേ അധികം മീൻ നമ്മൾ സെയിൽ ചെയ്യാറാണ്. പിന്നെ ഇവിടെ അടുത്ത പ്രദേശത്തു നിന്നൊക്കെ ആളുകൾ 10 കിലോ 5 കിലോ അങ്ങനെ വെച്ച് കൊണ്ടുപോകും. സീസണിൽ 200 രൂപയായിരുന്നു വില. ഇപ്പം 150 രൂപക്കാണ് 1 kg കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മത്സ്യവും എല്ലാ ആഴ്ചകളിലും നമ്മൾക്ക് എല്ലാ ആവശ്യത്തിനുള്ള മത്സ്യം നമ്മൾ തന്നെ പിടിക്കാറാണ്. അപ്പോൾ നമുക്കൊരു റൗണ്ട് വല വീശി കൊടുന്നാൽ തന്നെ നമുക്ക് ആവശ്യത്തിനും പുറത്തേക്ക് സെയിൽ ചെയ്യാനുള്ളതും നമുക്ക് മീൻ ലഭിക്കാറുണ്ട്. ഇതാ ഇപ്പോൾ ഒരു 10-20 കിലോ മീൻ ഒരു പ്രാവശ്യം തന്നെ നമുക്ക് വല അണച്ച് കൊടുന്നപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലും സിൽവറാണ്. കരിമീൻ ഇപ്പുറത്തെ 2ാമത്തെ കുളത്തിലാണ് കൂടുതൽ കരിമീനുള്ളത്. നല്ല ഫ്രഷ് മീൻ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പിടിച്ചെടുക്കാം. ഡെയിലി ആളുകൾ 10-15 കസ്റ്റമർ ഡെയിലി വരാറുണ്ട്. അവരവരെ വീട്ടിലേക്ക് ആവശ്യമുള്ള മത്സ്യം ഇവിടെ തന്നെ ക്ലീൻ ചെയ്ത് കൊണ്ടുപോകാറാണ്. നമ്മളെ നോക്കുന്ന ഇയാളും അത് കറക്റ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത്രയും മീനൊരു ഇതിൽ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കൊണ്ടുപോയി പൊള്ളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. കനലൊക്കെ ഇട്ട് നന്നായിട്ട് പൊള്ളിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നല്ല മഞ്ഞൾ, മുളക്, കുരുമുളക് അങ്ങനെയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് രാവിലെ നമ്മളതിൽ ഉപ്പൊക്കെ ഇട്ട് നല്ല ക്ലിയറാക്കി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം എടുത്ത് പൊള്ളിച്ചെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ ചെറിയ മീനുകൾ കുറച്ചുണ്ട്. അത് തിരിച്ച് ഈ കുളത്തിലേക്ക് തന്നെ ഇടാറാണ്. നമുക്ക് ആവശ്യത്തിനുള്ള മത്സ്യം ഇപ്പം കിട്ടി. ഇനി നമ്മളത് നമ്മളുടെ ഒരു ചെറിയ ടാങ്കുകളുണ്ട് ഇതിൻ്റെ മുകളിൽ. ആ ടാങ്കിൽ
കൊണ്ടുപോയി ഇടും. അപ്പോൾ ആവശ്യത്തിന് ആളുകൾ വരികയാണെങ്കിൽ അവിടുന്ന് പിടിച്ചു കൊടുക്കാറാണ്. വേറെ 3 ടാങ്ക് ഇതിൻ്റെ മുകളിലുണ്ട്. നമുക്ക് അത് 2-3 ദിവസം 4 ദിവസമൊക്കെ അതിൽ ഇട്ട് വെക്കും. അപ്പോൾ വരുന്നവർക്ക് അവിടുന്ന് പിടിച്ചു കൊടുക്കാൻ. വലിയ കുളത്തിൽ എപ്പോഴും ഇറങ്ങി നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ മറ്റു മീനുകൾക്ക് അതൊരു ട്രബിളാണ്. ഇത് തന്നെ അങ്ങനെ വല വീശുന്ന വലയുണ്ട്. കുറച്ച് അപ്പക്കപ്പം അവർക്കൊരു 1 kg ഒക്കെ വേണമെങ്കിൽ ഇങ്ങനെ വല വീശുകയാണ്. അപ്പോൾ ഞാനൊരു പരീക്ഷണം നടത്തി നോക്കുകയാണ് എങ്ങനെയാണ് വല വീശാം എന്നുള്ളത്. അത് പരാജയപ്പെട്ടു. വീണ്ടും ട്രൈ ചെയ്തപ്പോൾ കറക്റ്റായി വന്നു. ഇങ്ങനെ കറക്റ്റായിട്ട് വീശണം. നമ്മൾ ആ പിടുത്തം കറക്റ്റാക്കണം. ആ കറക്റ്റാക്കി കഴിഞ്ഞ് വീശിക്കഴിഞ്ഞാൽ ഇത് നല്ല വട്ടത്തിൽ പോയിട്ട് വെള്ളത്തിലേക്ക് വീഴും. അത് കറക്റ്റായില്ലെങ്കിൽ മീനയിൽ കിട്ടാൻ സാധ്യതയില്ല. ഇത് അത്ര വിശാലമായിട്ട് വീശാൻ പറ്റിയിട്ടില്ല. മീൻ കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം വല നന്നായിട്ട് വട്ടം പോയി വീശി വീഴണം. അപ്പോഴാണ് മീൻ അതിൽ ലഭിക്കുക. നമ്മൾ നോക്കുന്ന ആളൊക്കെ ആസാമിൽ കടപ്പുറത്തുള്ള ആളാണ്. അപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി നല്ല ഐഡിയ ആണ്. വല വീശി കറക്റ്റ് പിടിക്കാനുള്ള ഐഡിയ ഉണ്ട്. അപ്പോൾ ഇതിന് ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് സാധാരണ കുറച്ച് എന്തെങ്കിലും തീറ്റ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് വല വീശുകയാണെങ്കിൽ 1 കിലോ 2 കിലോ അങ്ങനെ തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നമ്മളിറങ്ങി ഇളകിപ്പോയില്ല. വെള്ളമൊക്കെ ഇളകിയത് കാരണം മീൻ ലഭിച്ചിട്ടില്ല. മീൻ കുറവാണ്. എന്തെങ്കിലും തീറ്റ ഇട്ട് കൊടുത്ത് നമ്മൾ മുകളിൽ നിന്ന് വല വീശുകയാണെങ്കിൽ കറക്റ്റ് ഒരു 1 kg വരെ ഒരു വീശലിന് കിട്ടാറുണ്ട്. ഇന്ന് കുറവാണ്. നമ്മൾ വേറെ വലിയ വല എടുത്ത് ഒരു സൈഡിൽ നിന്ന് അടച്ച് പിടിച്ചുകൊണ്ട് കറക്റ്റ് കിട്ടില്ല. ഈ ടാങ്കിലാണ് നമ്മളിത് കൊണ്ടുപോയി ഇടാറ്. ഇത് മുകളിലത്തെ 2 വലിയൊരു ടാങ്കാണ്. പിന്നെ ആളുകൾ വരുമ്പോൾ ആവശ്യത്തിന് ഇതിൽ നിന്നും പിടിച്ചു കൊടുക്കരുത്. ഫിഷാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളതായിരുന്നു ഇവിടെ പിടിച്ചെടുക്കും. അതായത് അവർക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതാണ് നമ്മുടെ ഫിഷ് ഫാം. അപ്പോൾ എല്ലാവരും ഒരു ചെറിയ ടാങ്കൊക്കെ ഉണ്ടാക്കി ഒരു പരീക്ഷണം നടത്തി നമുക്ക് ആവശ്യമുള്ള മത്സ്യം വളർത്തിയെടുക്കാം. മറ്റു മായം ചേർക്കാത്ത മത്സ്യം നമുക്ക് കഴിക്കാം. ഇതെങ്ങനെ 2-3 ടാങ്ക് ഉണ്ടായാലും മതി. അത്ര വലിയൊരു കുളം വേണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറിയ മീൻ ചെറിയ കുട്ടികൾ വരുമ്പോഴും ഫസ്റ്റ് ഇതിൽ 2 മാസം ഇതിൽ ഇട്ടിട്ട് ഇതിൽ വലുതായി കഴിഞ്ഞിട്ട് നമ്മൾ വലിയ കുളത്തിലേക്ക് ഇറക്കാറുള്ളൂ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഒരു 2-3 ടാങ്ക് സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ സ്വന്തം വീട്ടിൽ നമുക്ക് ആവശ്യമുള്ള മത്സ്യം ഉണ്ടാക്കാം എന്നാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കും നല്ല ഫ്രഷ് മത്സ്യം കഴിക്കാം. കാരണം ഒരു ജൂൺ ജൂലൈ ആഗസ്റ്റ് ആ ടൈമിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലേക്ക് വിഷാംശം കലർന്ന ഫിഷ് വരുന്നത്. ആ ടൈമിലേക്ക് കറക്റ്റ് നമുക്കൊരു 8 മാസം 7 മാസം കറക്റ്റ് ഫീഡ് കൊടുത്ത് വളർത്തുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള മത്സ്യം 1 വർഷം വരെ കഴിക്കേണ്ട മത്സ്യം ഓരോ വീട്ടിലും തന്നെ ഉണ്ടാക്കാം. ഈ വീഡിയോ വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതേമാതിരി നല്ല വിശേഷങ്ങളുമായി മാഡു ട്രാവൽ ഇനിയും വരും.